Hello friends, Technique Malayalam വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് Redmi സീരീസിലെ ഏറ്റവും പുതിയ ഡിവൈസായ Redmi Note 11 ആണ്. അപ്പോൾ Redmi Note 10 നമുക്കറിയാം കഴിഞ്ഞ വർഷം ഇറങ്ങിയതാണ്. വളരെയധികം സക്സസ്ഫുൾ ആയ ഒരു ഡിവൈസാണ് Redmi Note 10 എന്ന് പറയുന്നത്. അപ്പോൾ Redmi Note 10ൻ്റെ സക്സസറായിട്ട് Redmi Note 11 ആണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഡീറ്റെയിൽസ്, ക്യാമറ സാമ്പിൾസ് എല്ലാം തന്നെ നമ്മൾ പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇതിനകത്ത് Qualcomm Snapdragon 680 ചിപ്പാണ് വരുന്നത്. ഒരു അപ്ഗ്രേഡ് വന്നിട്ടുണ്ട് Redmi Note 10 എന്ന്. അതേപോലെ ഇവിടെ നമുക്ക് AMOLED ഡിസ്പ്ലേ മാത്രമല്ല 90 Hz റിഫ്രഷ് റേറ്റും കിട്ടുന്നുണ്ട്. പിന്നെ Note 10 നിന്ന് ക്യാരി ഫോർവേഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് 33 വാട്ട് ചാർജിങ്ങും 5000 mAh കപ്പാസിറ്റി ബാറ്ററിയും ഇത്തവണ 50 മെഗാപിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം തന്നെ നമ്മൾ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് കിടക്കാം Redmi Note 11ൻ്റെ. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Redmi Note 11ൻ്റെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. ഇതാണ് Redmi Note 11ൻ്റെ ബോക്സ് പാക്കേജിങ്. അപ്പോൾ നമുക്കിവിടെ കാണാം സ്പെസിഫിക്കേഷൻ എഴുതിയാണ് Qualcomm 680 90 Hz ഫുൾ HD പ്ലസ് AMOLED ഡോട്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ AMOLED ഈ ഡിവൈസിലുണ്ട്. Redmi Note 10s പോലെ തന്നെ ഇവിടെ നമുക്ക് AMOLED കിട്ടുന്നുണ്ട്. Qualcommൻ്റെ Snapdragon 680 90 Hz AMOLED ഡിസ്പ്ലേ, 50 മെഗാപിക്സൽ AI ക്വാഡ് ക്യാമറ, 5000 mAh കപ്പാസിറ്റി ബാറ്ററി, 33 വാട്ട് പ്രോ ഫാസ്റ്റ് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ നമുക്ക് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, IR റിമോട്ട് കൺട്രോൾ ഉണ്ട്, 180 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്, 13 മെഗാപിക്സൽ AI സെൽഫി ക്യാമറ ഉണ്ട്, ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സർട്ടിഫിക്കേഷൻ ഉണ്ട്, സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഉണ്ട്, Z ആക്സിസ് ലീനിയർ വൈബ്രേഷൻ മോട്ടർ ഉണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് സ്റ്റാർ ബസ്റ്റ് വൈറ്റ് എന്ന് പറഞ്ഞ കളറാണ്. 6GB റാമും 120GB സ്റ്റോറേജുമാണ് ഈ വേരിയൻറ്റിൽ വരുന്നത്. നമുക്ക് വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. നമ്മൾ ഇതിൻ്റെ പ്രൈസിങ് എനിക്കറിയില്ല. ബോക്സ് തുറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കുമ്പോൾ പ്രൈസിങ് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പ്രൈസ് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം പവേർഡ് ബൈ റെഡ്മി എന്ന് പറഞ്ഞ ബോക്സാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആസ് യൂഷ്വൽ ഒരു സിം ഇജക്റ്റ് പിന്നെ നമുക്ക് വാറൻറ്റി മാനുവൽ ഇൻഫർമേഷനും പിന്നെ ഒരു TPU കേസാണ്. സ്റ്റാൻഡേർഡ് TPU കേസ് നമ്മളെല്ലാ റെഡ്മിയിലും കാണുന്ന പോലെ തന്നെ TPU കേസാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോണൊന്ന് പുറത്തേക്ക് വെക്കാം. പിന്നെ വരുന്നത് നമുക്ക് 33 വാട്ട് അഡാപ്റ്ററാണ്. 11 വോൾട്ട് 3 ആംപിയർ 33 വാട്ട് നമുക്ക് സ്ഥിരം കഴിഞ്ഞ വർഷമൊക്കെ കണ്ട അതേ ചാർജർ തന്നെയാണ് ഇവിടെയും വരുന്നത്. 33 വാട്ട് ചാർജിങ് ആണ് വരുന്നത്, ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. 33 വാട്ട് 0 to 100% അല്ലെങ്കിൽ 1 to 100% 1 ഹവറിൽ ചാർജ് ചെയ്യുന്നതാണ് ഷവോമിൻ്റെ ക്ലെയിം. ഇത് USB Type-C പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്തുള്ളൂ. നമുക്ക് വളരെ ക്വിക്കായിട്ട് ഫോണിലേക്ക് കിടക്കാം. നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് Redmi Note 11 പുതിയ ഡിവൈസാണ്. വളരെ കോമ്പാക്ട് ഫോം ഫാക്ടറാണ്, നല്ലൊരു കോമ്പാക്ട് ഫോം ഫാക്ടർ. വലിയ ഡിവൈസ് അല്ല, ചെറിയ ഡിവൈസ്. അതേപോലെ സൈഡ് പാനൽ ഫ്ലാറ്റ് സൈഡ് പാനലാണ്. ഇവിടെ നമുക്ക് സിം ട്രേ കാണാം. അതേപോലെ ഇവിടെ പവർ ബട്ടനും വോളിയം കീസും കാണാം. താഴെ നമുക്ക് USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ് കാണാം. മുകൾ ഭാഗത്ത് 3.5 mm ഓഡിയോ ജാക്ക്, വേറൊരു സ്പീക്കറും കൂടി കാണാം. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ്, IR ബ്ലാസ്റ്ററും കാണാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് പറയുകയാണെങ്കിൽ നല്ലൊരു ഡിസൈനാന്ന് പറയും. കാരണം ഇവിടെ നമുക്ക് ചെറിയൊരു കർവേച്ചർ ഉണ്ട്. ഇതാണ് ഒരു ഡിഫറെൻറ്റ് കളർ എന്ന് പറയുന്നത്. ഇതിലൊരു പാറ്റേണും ഉണ്ട്, അതേപോലെ കുറേ ഡോട്ട്സും ഉണ്ട്. റെഡ്മി ബ്രാൻഡിങ് കാണാം. ക്വാഡ് ക്യാമറ സെറ്റപ്പ്, 50 മെഗാപിക്സൽ പ്രൈമറി, അതേപോലെ അൾട്രാവൈഡും 2 മെഗാപിക്സൽ മാക്രോയും 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറാണ് വരുന്നത്. 2 മെഗാപിക്സൽ മാക്രോ എനിക്ക് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയി തോന്നി. 5 മെഗാപിക്സൽ ടെലി മാക്രോ ആയിരുന്നു കുറച്ചും കൂടെ ബെറ്റർ ആയതിന്. അതാണ് ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാവുന്ന ക്യാമറയിൽ. അത് ഞാൻ പിന്നീട് വരാം. ഇതാണ് ഡിസൈൻ ആസ്പെക്ട്. വളരെ കോമ്പാക്റ്റ് ഡിവൈസാണ് കേട്ടോ യൂസ് ചെയ്യാൻ. പിന്നെ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യമാണെങ്കിൽ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം റിഫ്രഷ് റേറ്റ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 90 Hz ആണ്. അപ്പോൾ 90 Hz റിഫ്രഷ് റേറ്റ് ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ 60 Hz അവൈലബിൾ ആണ്. നമുക്ക് കളർ സ്കീമൊക്കെ ചേഞ്ച് ചെയ്യാം. വിവിഡ്, സാച്ചുറേറ്റഡ്, സ്റ്റാൻഡേർഡ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, ലൈറ്റ് മോഡ്, ഡാർക്ക് മോഡ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ MIUI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇതിന് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് MIUI 13 ആണ് വരുന്നത്. MIUI 13 ഗ്ലോബൽ വേർഷനാണ്. ആക്ച്വലി വിഷ്വൽ ചേഞ്ചസ് കാര്യമായൊന്നും ഇതിനകത്തില്ല. 1-2 ചേഞ്ചസ് ഉണ്ട്. വിഡ്ജറ്റ് സപ്പോർട്ട് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ബാക്കി കൂടുതലും പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ്. ഒരുപാട് ബഗ് ഫിക്സസ് വന്നിട്ടുണ്ട്. അതേപോലെ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 10%ഓളം ബാറ്ററി ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ കുറേ കൂടി ബാക്ക് എൻഡിലാണ് ഫീച്ചേഴ്സ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് Android 11 ഉള്ളൂ. അതാണ് ഒരു പ്രോബ്ലം എന്ന് പറയാവുന്നത്. Android 12 പ്രോബ്ലി കൊടുക്കാമായിരുന്നു. ഇതിനകത്തും
ബാക്കി സ്പെക്സ് നോക്കുകയാണെങ്കിൽ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 680 6+2 GB റാം അഡീഷണൽ വരുന്നുണ്ട്, എക്സ്റ്റെൻഡബിൾ റാം ഫീച്ചറിൽ അത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് MIUI വേർഷൻ. ഇനി ഇതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കണ്ടില്ലേ, വിഡ്ജറ്റ്സ് ഒരു സെപ്പറേറ്റ് ഡിഫറെൻറ്റ് ഓപ്ഷനാണ് വരുന്നത്, കുറേ അധികം വിഡ്ജറ്റ്സ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് ഫോട്ടോ ഗാലറിയിൽ പോയി കഴിഞ്ഞാലും കുറച്ച് ചേഞ്ചസ് ഉണ്ട്. പിന്നെ ആക്ച്വലി പറയുക MIUI 13 അനൗൺസ് ചെയ്തപ്പോഴുള്ള ഫീച്ചേഴ്സൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ഞാൻ ആക്ച്വലി കമ്പനിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഫീച്ചേഴ്സാണ് കൂടുതൽ എടുത്തിരിക്കുന്നത്, അപ്പോൾ കുറേ പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MIUI 13 ആണ് വരുന്നത്, ആൻഡ്രോയിഡ് 11 ആണ്. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു AMOLED ഡിസ്പ്ലേ ആണ്, ഫുൾ HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്, 90 Hz റിഫ്രഷ് റേറ്റ് ആണ്. വളരെ ഇഷ്ടപ്പെട്ടു ഡിസ്പ്ലേ, നല്ല ക്വാളിറ്റിയാണ്, നല്ല ടച്ച് റെസ്പോൺസ് ഉണ്ട്, ഗോറില്ല ഗ്ലാസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി ക്യാമറേൻ്റെ കാര്യം പറയാം. 50 MP പ്രൈമറി സെൻസറാണ്, പിന്നെ അതേപോലെ അൾട്രാ വൈഡും ഉണ്ട് നമുക്ക്, പിന്നെ മാക്രോ സെൻസറും ഒരു ഡെപ്ത് സെൻസറുമാണ്. വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യം പറയുന്നത് വീണ്ടും ഒരു ഡിസപ്പോയിൻറ്റിങ് ആസ്പെക്റ്റ് ആണ്, 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളതാണ് ഒരു ആസ്പെക്റ്റ്. അതും 1080p റെസൊല്യൂഷനിൽ 30 FPS മാത്രമേ ഉള്ളൂ, 60 FPS സപ്പോർട്ടഡ് അല്ല. ഇനി നമുക്ക് ക്യാമറേൻ്റെ കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. 13 MP സെൽഫി ക്യാമറ ഇൻക്ലൂഡഡ് ആണ്, 50 MP പ്രൈമറി സെൻസറാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിടക്കാം. അപ്പോൾ ക്യാമറ സാമ്പിൾസ് ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിലായി പിന്നീട് ക്യാമറ റിവ്യൂ ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസിൽ ക്യാമറയെക്കുറിച്ച് നമുക്ക് വേർഡിക്റ്റ് പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ നമുക്ക് പറയാൻ സാധിക്കും. പൊതുവേ റെഡ്മീൻ്റെ സ്മാർട്ട് ഫോൺസ് എല്ലാം അത്യാവശ്യം ഭേദപ്പെട്ട ഒരു ക്യാമറ എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് അത് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ നമുക്ക് 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. കമ്പനി അവകാശപ്പെടുന്നത് 60 മിനിറ്റിൽ കംപ്ലീറ്റ് ചാർജ് ആവും എന്നുള്ളതാണ്, 1 to 100%. അതൊക്കെ നമുക്ക് പിന്നീട് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് നമുക്ക് നല്ല ഒരു രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഷവമി റെഡ്മി നോട്ട് 11ൻ്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസും. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഡിവൈസ്. ഇനി ഇത് പ്രൈസിങ് അറിഞ്ഞാൽ നമുക്കിത് വാല്യൂ ഫോർ മണി ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. എങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. വളരെ കോമ്പറ്റീറ്റീവ്ലി ആയിരിക്കും പ്രൈസ് ചെയ്തിരിക്കുന്നതാണ്, പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം ഇതൊരു 4G ഡിവൈസാണ്, ഇത് 5G ഡിവൈസ് അല്ല. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 680 4G ചിപ്സെറ്റാണ്, 5G അല്ല. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി പ്രൈസ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ പ്രൈസ് അനൗൺസ് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് റെഡ്മി നോട്ട് 11. റെഡ്മി നോട്ട് 10ൻ്റെ സക്സസറാണ് ഇപ്പോൾ ഇന്ത്യയിൽ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതായിരുന്നു റെഡ്മി നോട്ട് 11 ഒരു അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.